പ്രത്യേകിച്ച് ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ആളുകൾക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ പുണ്യനാട്ടിലേക്ക് പോകാൻ എല്ലാ വിഷയവും ഒഴിവായിട്ടേ പോകാവൂ എന്നാണ് ചില ആളുകൾ ധരിച്ചിരിക്കുന്നത്. ഇസ്ലാം കാര്യത്തിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. അതില്ലാത്ത ഒരു ഇസ്ലാം പൂർത്തിയാകുന്നില്ലല്ലോ. അത് പൂർത്തിയാക്കാനായിരിക്കണം കഴിവിൻ്റെ പരമാവധി നമ്മുടെ യൗവനത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇനി കുറേ കാലം കഴിഞ്ഞ് വയസ്സായി അപ്പോഴൊക്കെ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ്. സത്യത്തിൽ ആരോഗ്യവാനായിരിക്കുമ്പോഴാണ് ഹജ്ജ് ചെയ്യേണ്ടത്. ഹജ്ജ് എന്നുള്ളത് വയജിബുൽ ഹജ്ജു അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിംകളുടെ മേലും ഹജ്ജ് നിർബന്ധമാണ്. മുക്കല്ലഫാവണം, പ്രായപൂർത്തി വേണം. അത് നിസ്കാരമൊക്കെ അതുപോലെ തന്നെയാണ്. സ്വതന്ത്രനാവണം. മുസ്തതഈൻ, കഴിവുണ്ടാവുകയും വേണം. സാധാരണയായി കഴിവ് എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. സാധാരണ നമ്മൾ പറയും തടിയാലും വഴിയാലും മുതലാലും കഴിവ് വേണം. ഇസ്തതാഅ സബീല എന്ന് പറഞ്ഞാൽ തടിയാലും വഴിയാലും മുതലാലും കഴിവുള്ള ആളുകൾ എന്നാണ്. വെറും മുതലുണ്ടായതുകൊണ്ട് നമുക്ക് നിർബന്ധമാവില്ല. അതുപോലെ തന്നെ വെറും തടി ആഫിയത്തുള്ളതുകൊണ്ടൊന്നും ഒന്നാവില്ല. തടിയും വഴിയും പിന്നെയോ വഴി സുന്ദരമായി പ്രശ്നങ്ങളില്ലാതെ അപകടങ്ങളില്ലാതെ അവർ എത്തിപ്പെടുന്ന രീതിയിലുള്ള യാത്രകളാണെങ്കിലും ഈ 3 കാര്യവും മാനദണ്ഡങ്ങളാണ്. അത് അംഗീകരിക്കണം, അതിന് സൗകര്യം വേണം. എന്നാൽ അവർക്ക് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമാണ്. നമ്മൾ ചില ആളുകൾ മനസ്സിലാക്കിയത് എനിക്ക് കുറെ പെൺകുട്ടികളുണ്ട്, അവളൊക്കെ കല്യാണം കഴിക്കണം, എനിക്ക് കുറെ ബാധ്യതകളുണ്ട് എന്നൊക്കെയാണ് സാധാരണ ചില ആളുകൾ പറയാറുള്ളത്. എനിക്ക് ബാധ്യതയുണ്ട്. അവസാനം പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ മക്കളെ കുട്ടികളെ കല്യാണം കഴിക്കാണ്ട് അല്ലെങ്കിൽ ഈ ഒരു രീതി പറഞ്ഞ് അധികം ആളുകളും ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ്. സ്വന്തം വീട് എന്ന് പറയുന്നത് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് വരെ അവർക്കുള്ള വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം ഇത് കഴിച്ച് ബാക്കിയുള്ളവർക്ക് മുഴുവനും ഹജ്ജിന് പോകണം. നമ്മൾ ചിന്തിച്ചത് എന്താണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയാൽ മതി. കടങ്ങൾ അതുപോലെ തന്നെ ഇസ്തതാഅ എന്ന് പറഞ്ഞിടത്ത് മഹാന്മാര് പറഞ്ഞിരിക്കുന്നു, അസുലിയായ ആവശ്യങ്ങൾ ഒരാൾക്കുണ്ടാകും. അതേതാണ്? അത് ഒഴിവാകാൻ കഴിയാത്ത രീതിയിലുള്ള, അത് പോയാൽ പിന്നെ ബുദ്ധിമുട്ടില്ലേ, ആ ഒരു രീതിയിലുള്ള കഴിവാണ് ഒരാൾക്ക് ആവശ്യമുള്ളത്. ഒരുത്തൻ്റെ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നെ കാറുണ്ട്, അല്ലെങ്കിൽ അവൻ ആയുധങ്ങളുണ്ട്. ഇതൊന്നും വിറ്റുകൊണ്ട് പോകണമെന്ന് പറയുന്നില്ല. കാറ് എന്ന് പറയുന്നത് സാധാരണ സഞ്ചരിക്കാനുള്ള ഒരു കാറാണ്. അവൻ്റെ വീട് അത് വിറ്റു പോകണമെന്ന് പറയുന്നില്ല. അവൻ തിരിച്ചു വരുന്നത് വരെ അവനും അവൻ്റെ കുടുംബത്തിനുമുള്ള ഭക്ഷണവും പാർപ്പിടവും കഴിഞ്ഞ് കടങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ പോകേണ്ടതാണ്. നമ്മൾക്കൊക്കെ നമ്മളെ വീട് കഴിച്ച് കഴിഞ്ഞ് ബാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉംറക്കും ഹജ്ജിനൊക്കെ പോകേണ്ടി വരും. അയാളുടെ സമ്പത്തൊക്കെ അധികം ആളുകൾക്കും ഇന്നതുണ്ട്. നമ്മളിപ്പോൾ ഈ വർഷം എത്ര ഹജ്ജിന് പോയത് പറഞ്ഞു? നിയമപരമായി കാര്യങ്ങൾ വഴി എളുപ്പമാവുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് പാസ്സായി കിട്ടണം, അല്ലെങ്കിൽ നമുക്കതിന് കഴിവ് വേണം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അനുമതി കിട്ടണം. ഇപ്പോൾ പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്കൊക്കെ പോയില്ലേ, ആർക്കും അതിനെ പറ്റിയില്ല. പല ആളുകൾക്കും ഹജ്ജിന് പോകാൻ പറ്റിയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സൗകര്യം കിട്ടിയില്ല, അത് തടയപ്പെട്ടു ഗവൺമെന്റ് എന്നുള്ളതാണ്. കുറേ ആളുകൾ പോകാൻ ആഗ്രഹിച്ചവരാണ്, അവർക്ക് അതിന് സാധിച്ചില്ല. പക്ഷെ അന്ന് ആ വിളിയാളത്തിന് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് പോവുക തന്നെ ചെയ്യും. നമ്മളൊക്കെ പോകും. നിങ്ങൾ വിളിച്ചു പറയണം. ജനങ്ങളോട് നിങ്ങൾ വിളിച്ചു പറയണമെന്നാണ്. ചരിത്രങ്ങളൊക്കെ കുറേ നമ്മൾ കേട്ടതാണ്. അവസാനം നിങ്ങൾ കേൾക്കുമെന്ന് പരിഹാരം നിന്നെ കേൾപ്പിക്കാനുള്ള എന്നോട് വിളിച്ചു പറയാനാ പറഞ്ഞത്. ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം. കേൾക്കേണ്ടവർക്ക് കേട്ടു. അവസാനം ഹജ്ജ് ചെയ്യുന്ന അവസാനത്തെ ആള് വരെ ആ വിളിയാളം കേട്ടു എന്നുള്ളതാണ്. ഉമ്മാന്റെ ഗർഭാന്തരത്തിലുള്ളവർ അങ്ങനെ കേട്ടു, ഉപ്പാന്റെ മുതിരുള്ളവർ അവർ കേട്ടു. ഇവരിന് മറുപടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ച വിളിയാളത്തിന്റെ മറുപടിയുമായി കൊണ്ടാണ് ആ പുണ്യ മണ്ണിലേക്ക് ആളുകളിൽ നിന്ന് പല നാടുകളിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ആർക്കൊക്കെ നിർബന്ധമാണ് എന്നുള്ള വിഷയത്തിൽ
നമ്മളെ അധോഗതിയാണ്, നമ്മൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു താല്പര്യമില്ലായ്മയാണ് ഇന്നധികവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നലെ ഒരു സംഭവം ഇന്നത്തെ ഒരു വലിയ ചർച്ചയായി ഹജ്ജ് വേളയിൽ വൈറലായൊരു വിഷയമാണ്. 2025 ഏറ്റവും വൈറലായൊരു വിഷയമായ എന്താണ്? നമ്മുടെ ഖദ്ദാഫിയുടെ നാട്ടിലെ ലിബിയയിലെ ആമിർ മഹദി മൻസൂർ അലി ഖദ്ദാഫി എന്ന് പറയുന്ന സാധനം ഹജ്ജിന് പോവാണ്. വിളിയാളം കേട്ടുകൊണ്ട് പോവാണ്. നമ്മളിതൊക്കെ കേൾക്കുന്നതും കാണുന്നതാണ്. അള്ളാഹ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ പോകാം. പലരും കൊടുത്ത് പരാജയപ്പെട്ടവരാകും. എന്നാലും ആ വിളിയാളത്തിന് മറുപടി കൊടുത്തിട്ടെങ്കിൽ ഒരാൾ തടഞ്ഞാലും അത് കഴിയില്ല, അത് ചെയ്തേ പറ്റൂ, അത് ചെയ്യുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആമിർ അൽ മഹദി മൻസൂർ അലി ഖദ്ദാഫി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ പോവാണ്. ആളുകൾ പല രീതിയിലുണ്ടാവും. ചില ആളുകൾക്കൊക്കെ മനസ്സിൽ വെച്ചാൽ അത് ഒരു തടസ്സങ്ങളുണ്ടാവില്ല. അത് തീർത്തിട്ടേ അത്രമാത്രം മനസ്സിനകത്ത് ഹജ്ജുമായി അത്രമാത്രം വലിയൊരു അഭേദ്യമായ ആ മണ്ണിലേക്ക് പോകാനും ചിലപ്പോൾ അവിടുന്ന് മരിക്കാനൊക്കെ പല ആളുകളും താല്പര്യപ്പെടാറുണ്ട്. അതൊക്കെ ഒരു വലിയ ബർക്കത്താണ്. അപ്പൊ ഇങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേ ഈ ലിബിയക്കാരൻ അദ്ദേഹം എയർപോർട്ടിൽ വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് വലിയ പേരാണ്. പേരിന്റെ ഈ സംശയം എമിഗ്രേഷൻ അത് നീണ്ടുപോവുകയും കഴിഞ്ഞു വന്നപ്പോഴേക്കിന് വിമാനത്തിന്റെ ഡോർ അടക്കപ്പെടുകയും ചെയ്തു. പൈലറ്റിനോട് കെഞ്ചി പറഞ്ഞു, ആള് വരുന്നുണ്ട്, ഈ വർഷം ഹജ്ജിന് പോകേണ്ടതാണ്, ഹാജിയായി വന്നതാണ്. സമ്മതിച്ചില്ല. അവര് വിമാനം വിടുകയും ചെയ്തു. കുറഞ്ഞ സമയം ഒരു അരമണിക്കൂർ പറന്നതിന് ശേഷം വിമാനത്തിന് തകരാറ് സംഭവിക്കുകയാണ്. വിമാനം വീണ്ടും അതേ വിമാനത്താവളത്തിലേക്ക് വരുന്ന് അവിടെ ലാൻഡ് ചെയ്യുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഓടിച്ചെന്ന ആളുകൾ പറഞ്ഞു, ഇതാ ഖദ്ദാഫി ഇവിടെ ഉണ്ട്, മൻസൂർ അലി ഖദ്ദാഫി ഇവിടെ ഉണ്ട്, പറ്റില്ലെന്ന് പറഞ്ഞ് വീണ്ടും അവർ തിരിച്ചു പോവാൻ. വീണ്ടും തിരിച്ചു പോയി ഇതേ തകരാറ് പറ്റി വീണ്ടും തിരിച്ചു വരിക. ഇതൊക്കെ ഒരു വലിയൊരു അത്ഭുതമാണ്. അവസാനം പൈലറ്റിൽ നിന്ന് മനസ്സിലായി, ഈ ഒരു മനുഷ്യൻ ആ പ്രവാചകന്റെ വിളിയാളം കേട്ടിട്ടുണ്ടാവണം. ഇതെന്തോ ഒരു അത്ഭുതമാണ്. വീണ്ടും ഇനി 3 തവണയാണ് ഈ മനുഷ്യനില്ലാതെ 2 തവണ പോയി. 3ാമത്തെ തവണയാണ് അവരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ കൊണ്ടുവരാനും ഇദ്ദേഹത്തെ കയറ്റാനും പറഞ്ഞു. അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയാണ്, അല്ല എനിക്ക് ഹജ്ജ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്തേ തീരൂ എന്ന് പറഞ്ഞ് മടങ്ങാതെ അതേ എയർപോർട്ടിൽ നിൽക്കുന്ന മനുഷ്യനെ കയറ്റിക്കൊണ്ടുപോകാൻ അദ്ദേഹം അവിടെ എത്തിയ സംഭവങ്ങൾ ഈ 2025 ഏറ്റവും വൈറലായ ഒരു സംഭവമായി നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളങ്ങനെ മനക്കരത്തോടെ ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തടസ്സങ്ങൾ നീങ്ങും. നമ്മൾ വേണമെങ്കിൽ വേണം, അത്രയേ ഉള്ളൂ. അത് ഒരാളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. നേരെ മറിച്ച് ഒരു പുര കയറ്റാനാണെങ്കിൽ നേരത്തെ പ്ലാനും പദ്ധതികളൊക്കെ തുടങ്ങും. ഒരു വീട് വേണം, അതിന് സ്ഥലം മേടിക്കണം, അതിന് കാശ് വേണം. ഇതിനൊക്കെ എത്ര നേരത്തെയാണ് നമ്മളൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അത് ഇട്ടേച്ച് പോകേണ്ട വീട് കൂടിയാണ്. എന്നാലും ഈ ഒരു രീതിയിൽ ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളിൽ ഒന്നായ ഹജ്ജ് നിർവ്വഹണത്തിന് ഇതിനേക്കാളേറെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വർഷങ്ങളോളം അതിനുവേണ്ടി ശ്രമം നടത്താൻ അങ്ങനെ നടത്തിയിട്ട് നമ്മൾ തയ്യാറാവാം. അതിനാരും തയ്യാറാവാം. അങ്ങെങ്കിലാവാം, പോയെങ്കിൽ പോവാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അധികവും അതിനുള്ളത്. എന്നാൽ മുതലാളിമാരായ ആളുകളുണ്ടാവും. തടി കൊണ്ട് പറ്റുന്നില്ലെങ്കിലും ഹജ്ജ് നിർബന്ധമുള്ള ആളുകൾക്ക് മുതലുണ്ടെങ്കിൽ, നല്ല മുതലുള്ള മുതലാളിയാണ്, ബാപ്പാക്ക് നല്ല മുതലുള്ള ആളാണ്. ബാപ്പ ഹജ്ജ് അധികവും അങ്ങനെ ഹജ്ജ് ചെയ്യാത്തവരാ മുമ്പ് കഴിഞ്ഞു പോയ ഒറ്റ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. ഇന്നിപ്പോൾ മക്കൾ അത് ചെയ്ത് തീർത്തോളമെന്നാണ്. എന്താ കാര്യം അറിയോ? മുതലുണ്ടെങ്കിലും തടി പറ്റില്ല, മുതലുണ്ട് എങ്കിൽ അവർക്ക് നിർബന്ധമാണെന്നാണ്, ഹജ്ജ് ചെയ്യിപ്പിച്ചോളമെന്നാണ്. അതെങ്ങനെയാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിച്ചു, ഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഫരീദത്തല്ലാഹി ലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദ്റകത അബീ ശൈഖൻ കബീറ. ഹജ്ജ് നിർബന്ധമാണല്ലോ എല്ലാവർക്കും. എൻ്റെ പിതാവ് വയസ്സനാണ്, ഇപ്പോഴാണ് അദ്ദേഹത്തിന് കഴിവുണ്ടായത്. അപ്പോഴോ ലാ യസ്ബുതു അലറാഹില, വാഹനത്തിലൊന്നും ശരിക്കും ഇരിക്കാൻ പറ്റുന്ന കോലത്തിലല്ല ഇപ്പോൾ മൂപ്പരുള്ളത്. ഇപ്പോൾ വല്ലാത്ത പ്രയാസത്തിലുള്ളത്, ഒന്നും കയ്യില, വയസ്സായിട്ടുണ്ട്. ഇതുവരെ നിർബന്ധം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ നിർബന്ധമായവരാണ്. നമ്മൾ ആവട്ടെ എന്ന് പിന്തിക്കാൻ. ഇതുപോലെ ളുഹർ നിസ്കാരത്തിന് സമയമായി, ബാങ്കൊടുത്തങ്ങനെ സമയം പിന്നെയും നമ്മൾ പിന്തിക്കുന്നത് പോലെ സമയവും സൗകര്യമൊക്കെ നമുക്കുണ്ട്. എല്ലാം തീർത്തിട്ട് തിര ഇളകിയിട്ടൊന്നും അടങ്ങിയിട്ടൊന്നും കപ്പൽ ഇറക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നുണ്ടാകും.
ഇതിനു വേണ്ടി അടുത്ത കൊല്ലം എനിക്ക് ഹജ്ജിന് പോകണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയെ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ഈ പറയപ്പെട്ട ആമിർ ഖദ്ദാഫിയെ പോലെ പോകാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അത് നമുക്ക് കുറച്ച് ആത്മാർത്ഥമായ പ്രവർത്തനമാവണം നമ്മൾ നടത്തേണ്ടത് എന്നുള്ളത് മാത്രം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ താല്പര്യം കാണിക്കണം. ഈ പെണ്ണ് ചോദിച്ചു നബിയോട് ചോദിച്ചു, നബിയെ, എൻ്റെ ഉപ്പാക്ക് വല്ലാത്ത പ്രയാസത്തിലാണ്. അപ്പൊ പറഞ്ഞു, ആ ഫാഹുജുവൻ, ഞാൻ ഈ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യണോ? ഉടനെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലനായം, നീ നിന്റെ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യണം. തടി കൊണ്ട് നിന്റെ ഉപ്പാക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിന്റെ ഉപ്പാക്ക് സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആള് വിട്ടേക്കണം. എത്ര കിടേണ്ടത്? ഗവൺമെന്റ് കിട്ടുന്നില്ലെങ്കിൽ പ്രൈവറ്റായിട്ട് പോകാനുള്ള കാശ് നിന്റെ ഉപ്പാന്റെ സമ്പത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പൊ എനിക്ക് ഉപ്പാന്റെ അനന്തരം വേണ്ടേ? നിനക്ക് ഉപ്പാന്റെ അനന്തരം വേണ്ട. നിന്റെ അനന്തരം ഫർള് കഴിഞ്ഞിട്ടുള്ള അനന്തരമുള്ളൂ. ബാപ്പാക്ക് എന്തെങ്കിലും കടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് വീട്ടാൻ നിങ്ങളെ ഉപ്പാടെ മുതൽ ഉപയോഗിക്കുന്നില്ലേ? അത് പടപ്പുകളുടെ കടങ്ങളാണ്. ആ കടങ്ങൾ എന്ന് കാണാം. മനുഷ്യന്മാരുടെ കടങ്ങൾ വീട്ടാനും അതുപോലെ തന്നെ കഫാളത്ത് പോലുള്ള നിർബന്ധമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വേണം. എന്നിട്ട് ഉണ്ടായാൽ ഇവന് ഹജ്ജിന് പോകാൻ അവന് നിർബന്ധമാണ്. അപ്പോ വൃദ്ധന്മാരായ ആളുകൾ അന്നൊന്നും കാശില്ലാതൊക്കെ പ്രയാസപ്പെട്ടു. ഇപ്പൊ നല്ല കാശ് കണ്ട് ഉപ്പാക്ക് മരിച്ചു പോകുമ്പോൾ ഉപ്പതിന് അർഹനാണ്. ഉപ്പാന്റെ സ്വത്തല്ല ലക്ഷക്കണക്കിന് കിടക്കണത്. അത് 6 മക്കളുണ്ട്. ഒക്കെപ്പാടെ വീതിച്ചു നോക്കുമ്പോൾ ബാപ്പാക്കും വേണ്ടി അതിന് പോകാൻ വേണ്ടിയില്ല. ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഇവർ മുഴുവനും ഹറാമായ കാശ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അത് അള്ളാന്റെ കടാണ്. പടപ്പുകളുടെ കട നമ്മൾ വിട്ടൂലേ? നമ്മൾ അതിനാണ് ഈ മരിച്ചു കിടക്കുമ്പോൾ വന്നിട്ട് പറയും, ആരെങ്കിലും ഉണ്ടോ കടക്കാരുണ്ടെങ്കിൽ അത് പറയണം. മക്കളോട് ഇന്ന ആളെ മോനോട് പറയണമെന്ന് പറയുമ്പോൾ എന്തിനാണെന്നറിയോ? അത് വീട്ടാനാണ്. അത് ഈ മോന്റെ പോക്കറ്റിൽ നിന്ന് വീട്ടാനല്ല, ഉപ്പാന്റെ ഈ സ്വത്തിൽ നിന്ന് വീട്ടാനാണ്. ഉപ്പാക്ക് എവിടെയെങ്കിലും ആ കാശ് ഉണ്ടെങ്കിൽ ആ കാശ് എടുത്തുകൊണ്ട് ഇത് വീട്ടാനാണ്. അതെവിടെയും ഇല്ലെങ്കിൽ ഉപ്പാന്റെ സ്ഥലം അത് മാറ്റിവെച്ചത് കച്ചവടം നടത്തി, അല്ലെങ്കിൽ ഏത് മക്കൾ എടുത്താൽ മതി, ഞാൻ എടുത്തോളാം, ഉപ്പാന്റെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ മതി. അത് നിർവഹിച്ചതിന്റെ ശേഷമേ ചെയ്യാവൂ എന്നാണ് ഈ പ്രിയപ്പെട്ട സഹോദരി മഹാനായ പ്രവാചകനോട് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി കൊടുത്തത്. വൃദ്ധന്മാരാണ്. നേരെ മറിച്ച് മറ്റുള്ളതൊന്നും, നിസ്കാരമൊന്നും അങ്ങനെയല്ല. നിസ്കാരത്തിനൊക്കെ അവനാന കഴിയുണ്ടെങ്കിൽ മാത്രം മതി. അബോധാവസ്ഥയിലാണെങ്കിൽ കള്ള അവരുടെ ആവശ്യമൊന്നുമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ്. ഹജ്ജിന് എങ്ങനെയല്ല, കഴിവുണ്ടെങ്കിൽ മതി. പണല്ലേ ഓന് ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല എന്ന് മഹാന്മാര് സബീല എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ മഹാന്മാര് കുറെ ചിലവർ പറയും, 1 ഹജ്ജ് ചെയ്ത് 2 ഹജ്ജ് ചെയ്ത് നീയല്ലേ കഴിഞ്ഞ വർഷം പോകാവുന്നതാണ്. പല ആളുകളും അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ഹജ്ജിന് പോകുന്നത്. ആ ഹജ്ജിന് പോകുന്നത് നിരുത്സാഹപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്നറിയോ? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഇഷ്ടംപോലെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 10 കൊല്ലം ഭരണം നടത്തുമ്പോഴും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ 30ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഹജ്ജ് കർമ്മം ഇഷ്ടംപോലെ ചെയ്തതാണ്. നമ്മുടെ പ്രിയപ്പെട്ട അബൂ നാബിൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദം ഹജ്ജ 40 ഹജ്ജ 40 ഹജ്ജുകളാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചത്. അതും എവിടെ നിന്നറിയോ? മിനൽ ഹിന്ദി, നമ്മുടെ ഇന്ത്യയിൽ നിന്നും. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള ഇന്ത്യയല്ല. അത് നേപ്പാളുണ്ട്, ഒരു ചുമരിൽ നേപ്പാളുണ്ട്, മറ്റേ ചുമരിലുള്ള പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. ഇതെല്ലാം കൂടുന്ന ഒരു ഏരിയയാണ്. ഇതാണ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞാൽ. ഇന്നത്തെ ഈ ഹിന്ദു അല്ല അന്നത്തെ ഹിന്ദു എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട പ്രവിശാലമായ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഈ രാജ്യം, ഇവിടെ നിന്ന് അന്ന് ശ്രീലങ്ക വരെ ഈ രാജ്യമാണ്. അതിൻ്റെ ഇടയിൽ അധിനിവേശം നടത്തിയതാണ് കടൽ. അത് ഒന്നിച്ചായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ആ ഒരു കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് നടന്നുപോയി 40 ഹജ്ജ് നമ്മളെ ബാപ്പ ചെയ്തു. ഈ ഒരു പാരമ്പര്യം ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണ്, നമുക്ക് മാത്രമുള്ളതാണ്. സൗദിക്കും അതുപോലെ തന്നെ ഖത്തറിനും ഒമാനും ആ പാരമ്പര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മളെ നാട്ടിൽ നിന്ന് 40 ഹജ്ജിന് പോയി കഴിഞ്ഞാൽ 39 തവണയും ഒരു ഹജ്ജ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്നതിൻ്റെ അർത്ഥമുള്ളത്. ഈ നമ്മുടെ പ്രിയപ്പെട്ട പാതിമ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്രം പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് 40 ഹജ്ജാണ് ചെയ്തത്. അത്രയും ഹജ്ജ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഹജ്ജ് എന്നുള്ളത് അത്ര നിസ്സാരമായി തള്ളേണ്ടതല്ല. വിശ്വാസികൾക്ക് ആ പുണ്യ മണ്ണിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം. അല്ലാത്ത രീതിയിൽ ഒരു ആയെങ്കിലാവാം എന്ന് പറഞ്ഞ രീതിയിലാവേണം.
ചില ആളുകളൊക്കെ അവിടുന്ന് മരിക്കണമെന്ന് കരുതി ഉദ്ദേശിച്ച് പോകുന്ന ആളുകളുണ്ട്, മരിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അങ്ങനെയും ചില ഉമ്മമാരുണ്ട്. ഞാനൊക്കെ ഹജ്ജിന് വേണ്ടി മുമ്പ് ആളുകളെ കൊണ്ടുപോയിരുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു 10-90 ഉമ്മയുണ്ട്. ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും 30 വർഷമായി പാസ്പോർട്ട് എടുത്തിട്ട് പോകാൻ പറ്റിയില്ല. അവസാനം എൻ്റെ ഒരു ഗ്രൂപ്പിലാണ് ആ ഉമ്മ പോകുന്നത്. കണ്ണൂർക്കാരിയായ ഉമ്മ പുറത്തു കൊടുക്കട്ടെ. ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു, തവാഫും കഴിഞ്ഞു. അന്ന് സുബൈക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. 10-90 വയസ്സുള്ള മരണപ്പെടുക. ചില ആളുകൾക്ക് അങ്ങനെ താല്പര്യമാണ് അവിടെ വെച്ചുകൊണ്ട് മരിക്കണമെന്നുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാം, മൻ മാത ഫീ ഹാദിൽ ഹറമൈൻ, ഹറമൈനിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ, മക്കയിലോ മദീനയിലോ, ഇസ്തൗജബ ശഫാഅതി, അവൻ എൻ്റെ ശഫാഅത്തിന് അർഹനായി. വകാന യൗമുൽ ഖിയാമത്തി മിനൽ ആമിനീൻ, അവൻ ഖിയാമത്ത് നാളിൻ്റെ നിർഭയനാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അഹീനാൽ കിതാബി വസുന്ന വാമിത്ന മഅൽ ഈമാനി ഫീ ലൈലത്തുൽ ജുമുഅത്തി ഫീ ഹാരിഹ അഹദുൽ ഹറമൈൻ എന്ന് പറയുന്നത്, രണ്ടാലൊരു ഹറം എന്ന് മരിപ്പിക്കണേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഒരാൾ മദീനയിൽ മരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ മരിക്കട്ടെ എന്ന്. അവിടെ മരിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ഷഫാഅത്ത് ചെയ്യുന്നതാണ്, എൻ്റെ ഷഫാഅത്തുണ്ട്. എന്താ ഇപ്പം ഇതിൻ്റെ അർത്ഥം? അവിടുന്ന് മരിക്കുക, അവിടെ പോയി ആത്മഹത്യ ചെയ്യലായത് അല്ല. അതിന് ഉദ്ദേശം എന്താ? മഹാന്മാർ പറയാണ്, മദീനത്ത് പോയി താമസിക്കണം, മദീനത്ത് പോയി താമസിക്കണം. അതിനുള്ളൊരു അതൊരു സന്തോഷം. മക്കയും മദീനയും എന്നും മക്കയിൽ നിന്ന് മദീനയിൽ പോകുമ്പോൾ ആ സന്തോഷം, അവിടുത്തെ സന്തോഷം നമുക്ക് കാണാൻ പറ്റുന്ന സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഉടമകളായ അറബികളെ ഇന്നും ആ പാരമ്പര്യം നിലനിർത്തി നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് മരിക്കണമെങ്കിൽ അവിടെ താമസിക്കണം, അവിടെ താമസിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത് എന്നും. എന്നാൽ പിന്നെ ഷഫാഅത്ത് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ഇവർക്ക് പ്രത്യേകമായ രീതിയിൽ ശുപാർശയുണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. മലയാളികളുടെ മനസ്സാന്തരങ്ങൾ എന്നും 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 നിലനിൽക്കുന്ന മഹൽ വ്യക്തിത്വത്തുടമയാണ് മഹാനായ സയ്യിദ് ബാഫഖി ഖുദ്ദിസ സിർറു. ആ മഹാനുഭാവന്റെ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെയായിരുന്നു, ഈ ഹറമയിൽ വെച്ചുകൊണ്ടൊന്ന് മരിക്കണമെന്നായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ ദ്വാരക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഇങ്ങനെ തൗഫീഖ് നൽകുമാറാവട്ടെ. ചില ആളുകൾ അതിന് ആമീൻ പറയാറില്ല, കാരണം അവിടെ പെട്ടെന്ന് പഠിത്തമെല്ലാം പോയങ്ങാണ്ട് പഠിത്തമെല്ലാം തന്നെ അങ്ങനെയൊന്നുമില്ല. ദീർഘായുസ്സം നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ദീർഘായുസോട് കൂടി ജീവിച്ച് മരിക്കണ സമയത്ത് അങ്ങോട്ട് പോവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ഷഹാദൻ ബി സബീലിക്, പടച്ചോനെ നിന്റെ വഴിയിൽ എനിക്ക് രക്തസാക്ഷിത്വം വേണം. വജിൽ മൗതി ഫീ ബലദി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മരണം പലയിടത്തു കൂടിയും പോണതാണ്. അത് ആ ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ അധിപനാണ്. പക്ഷെ എൻ്റെ മരണം അത് അള്ളാഹുവിന്റെ റസൂലിന്റെ പുണ്യ നബിയുടെ നാട്ടിലാവണം എൻ്റെ മരണം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എൻ്റെ മരണം ഇവിടെയാവണം. അതേപോലെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ തടങ്കിലാക്കി വെച്ചതാണ്. തടങ്കിലാക്കി വെച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് എവരെ പരാജയപ്പെടുത്തിക്കൂടെ ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞത്, ഉമ്മത്ത് മുഹമ്മദ് പ്രവാചകന് ശേഷം ഒരു രക്തരൂക്ഷിതമായ ഒരു കലാപവും ഒരു യുദ്ധവും നടത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന്. തന്നെയുമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നാട് വിട്ട് പോയിക്കൂടെ നിങ്ങൾക്ക്. ഇവിടെ ഈ അക്രമികൾ ഇങ്ങനെ നിങ്ങളെ ബന്ധനസ്ഥനാക്കി കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴേ നിങ്ങൾക്കെന്താ നാട് വിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പോയേ, മദീനത്തുനിന്ന് പോയേ, ഞാൻ ഇവിടുന്ന് പോയി എങ്ങോട്ടാ പോണ്ടത്? ഞാൻ ഈ നാട് വിടാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അയൽപക്കമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കവിടെ വേണം. എനിക്ക് എങ്ങോട്ടും പോയി എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എങ്ങോട്ടും പോകാൻ സൗകര്യങ്ങളുണ്ട്. യുദ്ധം ചെയ്തുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല. ഞാൻ മുത്തുനബിയുടെ നാട്ടിൽ തന്നെ നിൽക്കുമെന്ന് അവരോട് പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് പല ആളുകൾക്കും മദീനത്ത് മരിപ്പിക്കണേ, മക്കയിൽ അഹദുൽ ഹറമിൽ മരിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തുന്ന ആളുകളാണ്. മഹാനായ കലീമുല്ലാഹി മൂസ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ
ഒരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ എത്തുന്ന ദൂരം വരെ ബൈത്തുൽ മുഖദ്ദസിൽ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് പറഞ്ഞത് മഹാനായ മൂസാ നബിയാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ഒരിക്കലും കളവ് പറയാത്ത ചെഞ്ചുണ്ടുകൾ അധരങ്ങൾ ചലിപ്പിക്കാത്ത പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇങ്ങനെ മഹാന്മാരുടെ അടുത്തേക്ക് പോകാനും മഹാന്മാരുടെ സ്ഥലത്തേക്ക് പോകാനും പുണ്യ സ്ഥലങ്ങളിലേക്ക് പോകാനും അത് നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് മഹാനായ ബാഫയ്ക്ക് തങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും വഖദ് ബല്ലഗൽ മൗലൽ അമാനിയ കുല്ലഹ കമാ കുൻത ലിൽ മൗലാ ബിഖിലാസി ത്വാഅതി. ബാഫയ്ക്ക് തങ്ങളെ കുറിച്ച് അന്നൊരു കവി ഇങ്ങനെയാണ് പറഞ്ഞത്, അള്ളാനോട് നിങ്ങൾ ചോദിച്ചതൊക്കെ ഖദ് ബല്ലഗൽ മൗലൽ അമാനിയ കുല്ലഹ, നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും അത് എത്തിച്ചു തന്നില്ലേ? നിങ്ങൾ എത്ര വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ അള്ളാഹ്ക്ക് നിന്ന് ഇഖ്ലാസോടെ നമസ്കരിച്ച മനുഷ്യനാണ്. നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകുന്ന എപ്പോഴുള്ള പ്രാർത്ഥന അഹദിൽ ഹറമിൽ മരിക്കണേ എന്നായിരുന്നു. വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ മക്കയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മദീനയിൽ എന്ന് പറഞ്ഞത് മക്കയിൽ നിങ്ങൾ മരിച്ചില്ലേ? മഹാനായ സയ്യിദ് ബാഫഖി ഖുദ്ദിസ സിർറു വസല്ല അലൈക്കൽ ഖൗമു ഫീ ഹറമിൽ സകീ ദുഫിൻത ബിഫളില്ലാഹി ഫീ ഖൈരി ബുഖഅതി. എത്ര ആളുകളാ മഹാനായ സയ്യിദ് അവകളെ നിങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ചത്. ആദ്യ വെള്ളിയാഴ്ചയാണ്. ഇറാഖിയും ഇറാനിയും ലിബിയക്കാരനും അതുപോലെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള 100 ചില്ലാനും 200ഓളം വരുന്ന രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയവരും മുഴുവനും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം ലഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ പ്രിയപ്പെട്ട സയ്യിദി തങ്ങൾക്ക് വേണ്ടി എന്ന് അദ്ദേഹത്തോട് പറയാം. ദുഫിൻത ബിഫളില്ലാഹി ഫീ ഖൈരി ബുഖഅതി, ഏറ്റവും പരിശുദ്ധമായ മണ്ണിലാണ് നിങ്ങൾ മറവ് ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല വസല്ല ജമീഉൽ ഖൗമി ശർഖൻ വമഗ്രിബ, എത്ര ആളുകളാണ് നിങ്ങളുടെ മേല് പടിഞ്ഞാറും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള എത്ര ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ചത്. മലായീൻ, എത്രയോ മില്യൺ കണക്കിന് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ചു. ഇതൊക്കെ ഒരു വലിയ